Hi dears, Nishi's Kitchen Vlogs ലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഹോളി സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു സ്വീറ്റ് ആണ്, മാവ ഗുജിയ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാവ അല്ലെങ്കിൽ ഖോയ എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കാം. അതിന് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് തീ കത്തിക്കാം. ഇതിനി ഇളക്കി തിളപ്പിക്കാം. പാല് ഇപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർക്കാം. 1/2 കപ്പ് പാലും 1 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കുറച്ച് സമയം ഇളക്കി വരട്ടിയെടുക്കാം. തീ കുറച്ച് വെച്ച് വരട്ടണം. ഇപ്പം ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കട്ടിയാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പം നല്ല കട്ടിയായി പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന പാകത്തിനായിട്ടുണ്ട്. ഖോയ റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ശരിക്കും ഈ ഖോയ ഉണ്ടാക്കുന്നത് പാല് കുറെ സമയം തിളപ്പിച്ച് കുറുക്കി വരട്ടിയെടുത്തിട്ടാണ്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് പാൽപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻസ് ഹോളിക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ സ്നാക്കാണ്. ഇതിന് ഇതിൻ്റെതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ തന്നെ ഉണ്ടാക്കണം. മൈദ ഉപയോഗിക്കാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, എന്നാലും ശരിക്കും ഇതിൻ്റെ ടെക്സ്ചർ കിട്ടുമല്ലോ, കുറയാൻ പാടില്ല. ഇനി ഈ നെയ്യ് മൈദേന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന ഭാഗത്തിന് നല്ലോണം കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ മൈദ നെയ്യ് ചേർത്ത് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കാണുന്നത് ഇങ്ങനെയുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുഴച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള മാവായി കുഴച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം കുറേശ്ശെ ശ്രദ്ധിച്ച് ചേർക്കണം. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് വേണ്ടത്. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇതിപ്പോ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിപ്പം ഇങ്ങനെ ഉള്ളത്. ഇനി ഫില്ലിങ് റെഡിയാക്കാം. നേരത്തെ ഉണ്ടാക്കിയ കോയയിൽ നിന്ന് ചൂടാറിയ ശേഷം കുറച്ച് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഡ്രൈ ആവും, ഇതുപോലെ ആവും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങൾ മധുരത്തിന്റെ ആവശ്യത്തിന് ചേർക്കാം. ഇത് കുറച്ചധികം മധുരം ഉണ്ടായ ടേസ്റ്റ്. ഞാനിപ്പോൾ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നട്ട്സ് ചേർക്കണം. ഞാൻ കുറച്ച് ബദാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. കുറച്ച് പിസ്ത മുറിച്ച ചേർക്കാം. നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് ചേർക്കാം. അണ്ടിപ്പരിപ്പൊക്കെ വേണം ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ ഇത് ചിരോഞ്ചി, ചാരോളി എന്നൊക്കെ പറയുന്ന നട്ട്സാണ്. നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ഹെൽത്തിയാണ്. ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിൽ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കി ചെയ്യാം. കുറച്ച് ഉണക്കമുന്തിരി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന തേങ്ങാപ്പൊടിയാണ്. ഫ്രഷ് തേങ്ങ ചെറുകിയത് വേണമെങ്കിൽ ചേർക്കാം. ഫ്രഷ് തേങ്ങ ചെറുകിയതാണെങ്കിൽ ഒരു പാനിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി ചേർക്കുന്നത് നല്ലതായിരിക്കും. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഫില്ലിങ് റെഡിയാണ്. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കി പരത്തിയെടുക്കാം. ഇതിങ്ങനെ കട്ടിക്ക് കുഴച്ചെടുത്താലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ.
ഇതിന് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കാം. ഞാൻ ഈ ചപ്പാത്തി പലകയിലും തടിക്കും ലൈറ്റായിട്ട് എണ്ണ വട്ടിയിട്ടുണ്ട്. ഇതിപ്പം പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു മൗൾഡ് എടുത്തിട്ടുണ്ട്. ഇതെടുത്ത് ഈ മൗൾഡിലേക്ക് വെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൽ നിറച്ചു കൊടുക്കാം. ഇതിന് ക്ലോസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. ഇതിൻ്റെ അധികമുള്ള ഭാഗം എടുത്ത് മാറ്റാം. ഇതിപ്പം ഷേപ്പായി വന്നിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇനി മൗൾഡ് ഇല്ലാതെ ഷേപ്പ് ചെയ്യുന്നത് കാണിക്കാം. ഞാൻ ചെറിയൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഇത് പരത്താം. ഇതിപ്പം പരത്തി എടുത്തിട്ടുണ്ട്. ഒന്നിക്കലും നല്ല റൗണ്ട് ഷേപ്പിൽ പരത്താം. റൗണ്ട് ഷേപ്പ് ആയിട്ടെങ്കിൽ ഷേപ്പ് ആക്കാൻ വേണ്ടി ഒരു ബൗളോ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലെ സാധനം എടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. ഇതിൻ്റെ സൈഡത്തെ ഇതിലെടുത്ത് മാറ്റാം. ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിന് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം. ഇതിന് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്താൽ ഇതിൻ്റെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി മടക്കി വരാം. ഇത് ഞാൻ അത്ര എക്സ്പേർട്ടല്ല, നല്ല എക്സ്പേർട്ടിലൊരു നല്ല വൃത്തി മടക്കിക്കോ. ഇതിപ്പം ഒരുവിധം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാം. ഇനി വേറൊരു രീതിയിലാക്കാൻ വേണ്ടി ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ് വെക്കാം. ഇതിൻ്റെ സൈഡിനും വെള്ളം നനച്ചു കൊടുക്കാം. ഇതിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്കിൻ്റെ അറ്റം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാം. ഞാനിപ്പോൾ 3 തരത്തിൽ ഈ 2 വീതം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹോൾഡ് ഉള്ളവർ അതായിരിക്കും എളുപ്പം. ഹോൾഡ് ഇല്ലെങ്കിൽ ഈ ഫോർക്ക് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്യാം. ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഈ ഷേപ്പ് ചെയ്ത് വെച്ചതെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇടാം. മുങ്ങി കിടക്കുന്നില്ലെങ്കിൽ എണ്ണ കുറച്ച് കോരിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പൊങ്ങി വരുമ്പോൾ തിരിച്ചിടാം. എണ്ണ നല്ല ചൂടായ ശേഷം മാത്രം ഇടാം. എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് ചുട്ടെടുക്കാം. ഇതൊന്നുകൂടെ തിരിച്ചിടുന്നുണ്ട്. ഇതിപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചുവിട്ട് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു 6 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ചുട്ടാൽ ഒരു 14-15 എണ്ണം ഉണ്ടാവും. ഇനി ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ അടുപ്പത്തൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് തിളപ്പിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിപ്പം തിളച്ച് പഞ്ചസാരയിൽ അലിഞ്ഞിട്ടുണ്ട്. ഇത് തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് കുറച്ച് കട്ടിയുള്ള സിറപ്പാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂ കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ പാകത്തിന് കട്ടിയായിട്ടുണ്ട്. ഈ തവിയിൽ കോരിയെടുത്ത് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറുതായി ഒട്ടിപ്പിടിക്കണം. അധികം ഒട്ടിപ്പിടിക്കുന്ന ഭാഗത്തിനാവാൻ പാടില്ല. അധികം കട്ടിയാവാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് ഉടൻ തന്നെ ഓഫ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചുട്ട് വെച്ച ഗുജിയ എടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഇത് 2 സൈഡും തിരിച്ചു മറിച്ചുവിട്ട് മുഴുവൻ കവർ ചെയ്തെടുക്കാം. ഇത് 2 സൈഡും ഷുഗർ സിറപ്പിൽ നല്ലോണം കവർ ചെയ്ത ശേഷം വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന്റെ മേലെ കുറച്ച് ബദാം മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് പിസ്ത മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റില് ഹോളി സ്പെഷ്യൽ മാവ ഗുജിയ റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.